100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ കലിതുള്ളിയപ്പോൾ 2 ദിവസമായി ചാലിയാർ തീരത്തെ മലയോര നാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് തോരാത്ത കണ്ണീർ മഴ. സ്നേഹജനങ്ങളുടെ പൊലിഞ്ഞ ജീവനുകൾ തേടി ചാലിയാർ തീരം ജനനിബിഡമായി. അറബിക്കടൽ സംഗമിക്കുന്ന ഭാഗം വരെ ഉറ്റവരെ തേടി ജനം തമ്പടിച്ചു. ഉരുൾപൊട്ടൽ വിവരമറിഞ്ഞതു മുതൽ മലയോരം ജാഗ്രതയിലായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 7:15 ചാലിയാർ കുനിപ്പാല കടവിൽ 4 വയസ്സായ കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം ലഭിച്ചത്. തുടർന്ന് ചാലിയാറിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. മുണ്ടേരി, മച്ചിക്കൈ, പനങ്കയം, അമ്പിട്ടാംപൊട്ടി, ഞെട്ടിക്കുളം, വാണിയമ്പുഴ, ചുങ്കത്ര, കുന്നത്തുപൊട്ടി, പൂക്കോട്ടുമണ്ണക്കടവ്, ചൂരക്കണ്ടി, മമ്പാട്, ഓടായിക്കൽ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിച്ചു. പോലീസും ഫയർഫോഴ്സും ERF, ട്രോമ കെയർ തുടങ്ങിയ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും പുഴയിലും പുഴക്കരയിലും വ്യാപക തെരച്ചിൽ നടത്തിയതോടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത്. 2 ദിവസങ്ങളിലും കാലാവസ്ഥ അനുകൂലമായത് തെരച്ചിലിന് ഗുണമായി. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലൂടെ ഒഴുകുന്ന ചൂരൽമല പുഴ ഏതാനും കിലോമീറ്ററുകൾ കൂടി ഒഴുകി അരുണപ്പുഴയും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലെ വെള്ളവും താഴേക്കൊഴുകിയാണ് ചാലിയാറായി രൂപപ്പെടുന്നത്. ചൂരൽമല ഭാഗത്തു നിന്നുള്ള മറ്റൊരു പുഴയായ ഏറാട്ടപ്പുഴയും ഒടുവിലെത്തുന്നത് ചാലിയാറിൽ തന്നെ. മേപ്പാടി നിന്നുള്ള മറ്റ് ചെറുപുഴകളും ചേർന്നൊഴുകി 15 കിലോമീറ്ററോളം വനത്തിലൂടെ ഒഴുകിയാണ് മുണ്ടേരിയിലെത്തുന്നത്. അപകടം നടന്ന സ്ഥലത്ത് നിന്നുള്ള മൃതദേഹങ്ങൾ അതുകൊണ്ട് തന്നെ ഒഴുകിയെത്തുക ചാലിയാറിലേക്ക് മാത്രമാകും. ചൂരൽമലയിൽ നിന്ന് വനത്തിലൂടെ ഒഴുകിയെത്തുന്ന ചൂരൽമലപ്പുഴ കുത്തനെയുള്ള മലമ്പ്രദേശങ്ങളിലൂടെ ഒഴുകിയാണ് ചാലിയാറിലേക്ക് എത്തുന്നത്. മുണ്ടേരി വനമേഖലയിലൂടെ ഒഴുകുന്ന ചാലിയാർ ചെങ്കുത്തായ മലനിരകളിലൂടെ ഒഴുകുന്നതിനാലാണ് പുലർച്ചെ 2 മണിയോടെ മുണ്ടക്കൈയിലുണ്ടായ അപകടത്തിന്റെ അവശിഷ്ടങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുണ്ടേരി വനമേഖലയിൽ ചാലിയാറിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.